Good morning, all of you. Welcome to the online class. In the previous class, we started the chapter 4, Touching Up Letters. In this chapter, we studied a new software that is called LibreOffice Writer. Here, in the previous class, we made sentences using this tree about the hygienic habit. And I told you to make sentence from that tree and fill in this box. We prepared a notice for creating that one in the LibreOffice Writer. Then we explained what is LibreOffice Writer and what is the use of the LibreOffice Writer software. How to open the LibreOffice Writer, that is Application Office LibreOffice Writer. Then we learned that how to use the enter key and what is the use of the cursor and what is cursor, how to use the keyboard, and that already we learned in the last class. Now we are going to learn some keys in a keyboard. In the keyboard you can see enter key, backspace key, and delete key. There are many special keys on that one. When we type a letter, we want to move to the next line. Here I typed 3 lines and the cursor is on this position, that is end of the third line. The cursor is situated and at the end of the third line. Here we can move to the next line. To move to the next line, we can press the enter key on the keyboard. By pressing on the enter key, the cursor move to the next line. Then we can type the letters on the next line. When we reach at the end of the line, we can press the enter key, then we can move to the next line. Then we can start typing. The first letter is the capital letter. Then I used the shift key or caps lock key and press that letter. Here I. Then use the space bar. Using the thumb key, we can use the space bar and put a space between that line. Then start typing. If there made any mistake, ഇവിടെ ഞാൻ N എന്ന് പറയുന്ന ഒരു അക്ഷരം എഴുതി, അതല്ല എനിക്ക് അവിടെ വരേണ്ടത്, വേറൊരു ലെറ്റർ ആയിരുന്നു. ബൈ മിസ്റ്റേക്ക് ഐ വോണ്ട് ടു ഇറേസ് ദാറ്റ് വൺ. ഫോർ ഇറേസിങ് ദ ലെറ്റർ ബാക്ക്വേർഡ് ടു ദ കഴ്സർ, ഒരു കഴ്സറിൻ്റെ ബാക്കിലുള്ള അക്ഷരങ്ങളാണ്, ലെഫ്റ്റ് സൈഡിലുള്ള അക്ഷരമാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡിനകത്ത് ബാക്ക് സ്പേസ് യൂസ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ കഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ളതാണെങ്കിൽ നമുക്ക് ബാക്ക് സ്പേസ് കീ യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ദെൻ ഇഫ് വി മെയ്ഡ് എനി മിസ്റ്റേക്ക്, നമ്മൾ മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ കഴ്സറിന് ശേഷമുള്ള ലെറ്ററാണ്, ഇവിടെ നെവർ എന്ന് പറയുന്ന ലെറ്ററാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നെവർ, ഇപ്പം നമ്മൾ ബാക്ക് സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എന്ന് പറയുന്ന ലെറ്റർ ആവുക അവിടെ ഡിലീറ്റ് ആവുക. നെവർ എന്ന് പറയുന്ന ലെറ്ററാണ് വേർഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദ ഡിലീറ്റ് കീ, കീബോർഡിലുള്ള ഡിലീറ്റ് കീ. അപ്പോൾ 2 കീസാണ് അവിടെ വരുന്നത്, ബാക്ക് സ്പേസ് കീ ആൻഡ് ഡിലീറ്റ് കീ. ദീസ് 2 കീസ് ആർ യൂസ്ഡ് ഫോർ ഇറേസ് ദ ലെറ്റേഴ്സ്. നമുക്ക് ആവശ്യമുള്ള ലെറ്റേഴ്സ് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് സ്പേസ് കീയും ഡിലീറ്റ് കീയും യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ലെറ്ററാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് സ്പേസ് കീ യൂസ് ചെയ്യുന്നു. റൈറ്റ് സൈഡിലേക്കുള്ള ലെറ്ററാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ലെറ്ററാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് കീ ഉപയോഗിച്ചിട്ടായിരിക്കും ഡിലീറ്റ് ചെയ്യേണ്ടത്. ദെൻ വി ക്യാൻ ടൈപ്പ് ദാറ്റ് ലെറ്റേഴ്സ്. ഇവിടെ ഒരു സ്പേസ് വിടാൻ വിട്ടുപോയി, അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് കഴ്സർ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. നമുക്ക് എവിടെയാണോ കഴ്സർ വരുന്നത് അവിടെ വെച്ചിട്ട് തമ്പ് ഫിംഗർ യൂസ് ചെയ്തിട്ട് സ്പേസ് ബാർ യൂസ് ചെയ്താൽ മതി. അങ്ങനെ നമുക്കത് ടൈപ്പ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം. After finishing, we can put the symbol, that is full stop. Then here I want to increase the size of the letter. Select that letter. How to increase the size? അക്ഷരങ്ങളുടെ വലിപ്പമാണ് എനിക്കിവിടെ കൂട്ടാനുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അക്ഷരങ്ങളുടെ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് മുഴുവനായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോർമാറ്റിംഗ് ടൂൾ ബാറിൽ ഫോണ്ട് സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. വി ക്യാൻ സെലക്ട് ദാറ്റ് ഫോണ്ട് സൈസ്. Then
move to the size of the font. Which font size we want to use, then that font size we can use that one. നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മൂവ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇങ്ങനെ നമ്മൾ ഫോണ്ട് സൈസ് കുറച്ച് കൂട്ടി വെച്ചു. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതിൻ്റെയും അക്ഷരങ്ങളുടെയും ഫോണ്ട് സൈസ് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്തി കൊടുക്കാം. അപ്പോൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. After selecting that one, we can change the font size of these 3 lines. Click on that one and increase the size of that lines. We can increase size into 20 or 22. That may be depends upon your choice. Increase that one. Here I want to change the color of the first line. Select that one and move to the font color. Color change cheyanulla icon aanu font color icon. Click on that one and change the color into orange color, or you can select any other colors that is in blue or whatever it may be. Then I want to increase the thickness. ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ലൈനിൻ്റെ തിക്നെസ് ഒന്ന് എനിക്ക് മാറ്റം വരുത്തി കൊടുക്കണം. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്തു, ബോൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തു. ക്ലിക്ക് ഓൺ ദാറ്റ് ബോൾഡ് ഐക്കൺ ടു ഇൻക്രീസ് ദ തിക്നെസ്. അക്ഷരങ്ങളുടെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ദെൻ അതൊന്ന് ചരിച്ചിട്ട് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഇറ്റാലിക് ഓപ്ഷൻ യൂസ് ചെയ്യും. ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റാലിക് ഓപ്ഷൻ യൂസ് ചെയ്യുന്നു. ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ കുറച്ച് അക്ഷരങ്ങൾ ചരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അണ്ടർലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നെക്സ്റ്റ് ഓപ്ഷൻ അണ്ടർലൈൻ. ഇവിടെ 3 ഓപ്ഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബോൾഡ് എന്ന് പറയുന്നതോ ബോൾഡ് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടും, ഇറ്റാലിക് എന്ന് പറയുന്നത് അതിൻ്റെ ലെറ്ററിൻ്റെ അക്ഷരങ്ങൾ എന്ത് ചെയ്യാൻ ചരിച്ചിട്ട് എഴുതാൻ, സ്ലാൻഡിങ് ലെറ്റേഴ്സ്, ദാറ്റ് ഈസ് ഇറ്റാലിക്. ദെൻ നെക്സ്റ്റ് അണ്ടർലൈൻ എന്ന് പറയുന്നത് നമുക്ക് ലെറ്ററിന് കൊടുത്തിരിക്കുന്ന അടിയിൽ വരയിടാൻ വേണ്ടിയിട്ടാണ് അണ്ടർലൈൻ ഉപയോഗിച്ചിരുന്നത്. ദെൻ ഇത്രയാണ് നമ്മൾ ആ ഹെഡിങ്ങിൽ ചെയ്തിട്ടുള്ളത്. കളർ മാറ്റുന്ന ഫോണ്ട് കളർ ഐക്കൺ യൂസ് ചെയ്തു. ഇനി ഇതിനൊന്ന് മിഡിലേക്ക് ആക്കണം. ഈ ബോക്സിനകത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് മിഡിലേക്ക് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അലൈൻമെൻറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യാം. അലൈൻ സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ. അലൈൻ സെൻറ്റർ ലെറ്ററിനെ നടുവിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, പേജിൻ്റെ നടുവിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ബോക്സിലാണ് വെച്ചിരിക്കുന്നത് ആ ബോക്സിൻ്റെ മിഡിൽ പോർഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സെൻറ്റർ അലൈൻമെൻറ്റ് we can use the center alignment. Here the left alignment, align left എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റം വരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് ലെഫ്റ്റ് അലൈൻമെൻറ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ ഹെഡിങ് ഒക്കെ എഴുതുന്ന സമയത്ത് അത് സെൻറ്റർ അലൈൻമെൻറ്റിലാണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലൈൻ സെൻറ്ററിലേക്ക് മാറ്റം വരുത്തി കൊടുക്കുന്നു. ദെൻ തേർഡ് വൺ അലൈൻ റൈറ്റ് ഉണ്ട്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി. 3 ടൈപ്സ് ഓഫ് അലൈൻമെൻറ്റ് ഞാൻ പറഞ്ഞു. ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ്, ദെൻ റൈറ്റ് അലൈൻമെൻറ്റ്. ഇനി ഇതിനകത്ത് വീണ്ടും അലൈൻമെൻറ്റ് ഓപ്ഷൻസ് കുറേ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ 3 അലൈൻമെൻറ്റ്സ് ആണ് നന്നായിട്ട് മനസ്സിലാക്കുക. സെൻറ്റർ അലൈൻമെൻറ്റിലേക്ക് വെച്ചു. നമ്മൾ അതിന് കളറ് മാറ്റം വരുത്തി കൊടുത്തു. നമുക്ക് വേറെ ഏതെങ്കിലും കളറിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ ഐ വോണ്ട് ടു ചേഞ്ച് ദ സ്റ്റൈൽ ഓഫ് ദാറ്റ് ലെറ്റർ. ലെറ്ററിൻ്റെ സ്റ്റൈൽ ഒന്ന് എനിക്ക് മാറ്റി കൊടുക്കണം. സ്റ്റൈൽ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോണ്ട് നെയിം എന്ന് പറയും. നമ്മൾ എഴുതുന്ന ഓരോരുത്തരും എഴുതുന്ന കൈയക്ഷരം പലതരത്തിലായിരിക്കും. ചിലവർക്ക് നല്ല ഭംഗിയിൽ എഴുതാൻ അറിയാം, ചിലവർക്ക് അത്ര തന്നെ ഭംഗിയില്ലെങ്കിലും അങ്ങനെ പലതരത്തിലുള്ള ലെറ്റേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് നിന്ന് ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അക്ഷരങ്ങളുടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോണ്ട് നെയിം എന്ന് പറയുന്ന ബോക്സ്. സ്റ്റൈൽസ് ചേഞ്ച് ചെയ്യാം, ഫോണ്ട് നെയിം. അക്ഷരങ്ങളുടെ വലിപ്പം കൂട്ടാൻ ഫോണ്ട് സൈസ്. ബോൾഡ് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ ചരിച്ചിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ. അണ്ടർലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ വരയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫോണ്ട് കളർ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ കളറ് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റം വരുത്താൻ പോവാണ്. ഫോണ്ട് നെയിം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് നിന്ന് ഏത് ഫോണ്ടാണ് നമുക്ക് വേണ്ടത്, അതിൽ എഴുതിയിരിക്കുന്ന ആ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും അക്ഷരങ്ങൾ വരിക. നിങ്ങൾക്ക് ഏത് ഫോണ്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ആ ഫോണ്ടിലേക്ക് നമുക്ക് മാറ്റം വരുത്തി കൊടുക്കുക. ഇവിടെ മലയാള അക്ഷരങ്ങൾക്കും ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്കും വേറെ വേറെ ഫോണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചരിച്ച് നല്ല ഭംഗിയായിട്ടുള്ള ഫോണ്ടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു അക്ഷരമാണ് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള ഫോണ്ടുകൾ ഇതിനകത്തുണ്ടാവും. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തെടുത്ത് യൂസ് ചെയ്താൽ മതി.
അല്ല ഇനി സാധാരണ തരത്തിലുള്ള ഫോണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇങ്ങനെ അക്ഷരങ്ങളുടെ സ്റ്റൈല് മനോഹരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. Then we can change the color of these letters. Go to the font color option, then select any one of the color. Okay. Then look at this activity 4.2. നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. To get capital letters, press the shift key and type. നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ലെറ്റസ് ടൈപ്പ് ദ വേർഡ്സ് ആൻഡ് സെൻറ്റൻസ് ഇൻ നോട്ടീസ്. അവിടെ കൊടുത്തിരിക്കുന്ന നോട്ടീസിലുള്ള ഹൈജീനിക് ഹാബിറ്റ് എന്ന് പറയുന്ന ഹെഡിങ് ടൈപ്പ് ചെയ്യുന്നു. ടു ടൈപ്പ് ദാറ്റ് എച്ച് ഇൻ ക്യാപിറ്റൽ ലെറ്റർ വാട്ട് വി ഡു, വി ക്യാൻ യൂസ് ദ അപ്പർ കേസ്, ദാറ്റ് ഈസ് ആൻ അപ്പർ കേസ്. ക്യാപിറ്റൽ ലെറ്റർ ആണ്, അതുകൊണ്ട് നമുക്ക് ഷിഫ്റ്റ് കീ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ദ ഹൈജീനിക് വി നീഡ് എ സ്പേസ്. അതിന് നമ്മൾ സ്പേസ് ബാർ ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റർ കീ യൂസ് ചെയ്യേണ്ടി വരും, സ്പേസ് ബാർ കീ യൂസ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ബാക്ക് സ്പേസ് യൂസ് ചെയ്യേണ്ടി വരും. മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് സ്പേസ് ഓർ ഡിലീറ്റ് കീ ഉപയോഗിക്കേണ്ടി വരും. ആഡ് മോർ ലൈൻസ്. ഒരു ലൈൻ കഴിഞ്ഞു അടുത്ത ലൈനിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴ്സർ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. പ്രസ് ദ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കഴ്സർ മൂവ് ടു ദ നെക്സ്റ്റ് ലൈൻ. ദെൻ വി ക്യാൻ ടൈപ്പ് ദ നെക്സ്റ്റ് ലൈൻ. ഇവിടെ പറഞ്ഞു ഡിലീറ്റ് കീ ആൻഡ് ബാക്ക് സ്പേസ് കീ ദാറ്റ് ക്യാൻ ബി ഇറേസ് ദ ലെറ്റേഴ്സ് ടൈപ്ഡ് ഇൻകറക്ട്ലി. തെറ്റായിട്ടുള്ള അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇറേസ് ചെയ്യാൻ നമ്മൾ ബാക്ക് സ്പേസ് കീ ആൻഡ് ഡിലീറ്റ് കീ ഉപയോഗിക്കുന്നു. അത് രണ്ടിൻ്റെ കീസിൻ്റെ ഉപയോഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്ക് സ്പേസ് കീ, ദിസ് ഈസ് ദ ബാക്ക് സ്പേസ് കീ. ബാക്ക് സ്പേസ് കീ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ഇറേസ് ദ ലെറ്റേഴ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ കഴ്സർ. കഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള അക്ഷരങ്ങളാണ് അവിടെ ഡിലീറ്റ് ചെയ്യുന്നത്. ദെൻ ദ ഡിലീറ്റ് കീ എന്താ ചെയ്യുന്നത്, ഇറേസ് ദ ലെറ്റേഴ്സ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ. കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള അക്ഷരങ്ങളാണ് അവിടെ ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവുക. Then next one, activity 4.4, enlarging the heading. While writing the heading, wouldn't it get instant attention to the if the heading is made larger or too typed in bold? In order to increase the font size, നമ്മൾക്ക് ടൈപ്പ് ചെയ്തിരിക്കുന്ന അക്ഷരങ്ങളുടെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കാം. സെലക്ട് ദ വേർഡ് ആൻഡ് ചേഞ്ച് ദ ഫോണ്ട് സൈസ്. നമ്മൾ ആ വേർഡ് സെലക്ട് ചെയ്യുന്നു, ചെയ്തതിന് ശേഷം ആ ഫോണ്ട് ഇവിടുന്ന് മാറ്റം വരുത്തി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഫോണ്ട് സൈസ് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഹെഡിങ് ക്യാൻ ബി, അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ ഹെഡിങ് ക്യാൻ ബി അലൈൻഡ് ഇൻ ടു ദ സെൻറ്റർ. ആ സെൻറ്റർ അലൈൻമെൻറ്റ്, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, അലൈൻമെൻറ്റ് ടൂൾസ്. 4 types of alignment tools are displayed here. First one, left alignment. Second one, alignment, center alignment. Third one, right alignment. Then this one, justify alignment. Justify alignment രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് ലൈൻസ് വരാൻ വേണ്ടിയിട്ട് justify alignment യൂസ് ചെയ്യുന്നു. നമ്മൾ അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിനെ സെൻറ്റർ പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് സെൻറ്റർ അലൈൻമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. Then find the tool to be used to align the heading to the left and right. ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ അലൈൻ ലെഫ്റ്റ്, ദെൻ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ അലൈൻ റൈറ്റ് എന്ന് പറയുന്ന കീ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഇവിടെ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് ടു സെലക്ട്, ബ്രിങ് ദ കഴ്സർ ടു ദ പോയിന്റ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ നേരത്തെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നു. നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന ലെറ്റേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക, കഴ്സർ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. മൗസ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് സെലക്ട് ചെയ്യുക. ഹൗ ക്യാൻ വി സെലക്ട് ദാറ്റ് വൺ? ബ്രിങ് ദ കഴ്സർ ടു ദ പോയിന്റ്. നമ്മൾക്ക് എവിടെയാണോ സെലക്ട് ചെയ്യാനുള്ളത് അവിടേക്ക് കഴ്സർ കൊണ്ടുവന്ന് വെക്കണം. ബിഫോർ ദ സെൻറ്റൻസ് ടു ബി സെലക്റ്റഡ്. സെൻറ്റൻസ് സെലക്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ ആയിട്ട് നമ്മൾ കഴ്സർ അവിടെ കൊണ്ടുവന്ന് വെക്കണം. ആൻഡ് സെലക്ട് ബൈ ഡ്രാഗിങ്. മൗസ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നീക്കുക, അതിനെയാണ് ഡ്രാഗിങ് എന്ന് പറയുന്നത്. കഴ്സർ എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഡ്രാഗ് ചെയ്യുന്നു. സെലക്ഷൻ ക്യാൻ ഓൾസോ ബി ഡൺ ബൈ ബ്രിങ്ങിങ് ദ കഴ്സർ ബിഫോർ ദ സെൻറ്റൻസ്.
Selection can be also done by bringing the cursor before the sentence and by pressing the shift key and the arrow key. ഇവിടെ വേറൊരു മെത്തേഡും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള എന്താണ്, നമ്മൾ എവിടെയാണോ കഴ്സർ കൊണ്ടുവയ്ക്കേണ്ടത്, നമ്മൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഭാഗത്ത് കഴ്സർ കൊണ്ടുവന്ന് വയ്ക്കുന്നു. കഴ്സർ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ആ കഴ്സർ വെച്ച് വയ്ക്കുന്ന ഭാഗത്തുനിന്ന് മൗസ് ഉപയോഗിച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ് ഒരു മെത്തേഡ്, കഴ്സർ എവിടെയാണോ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള പോർഷനിൽ കഴ്സർ കൊണ്ടുവന്ന് വെക്കുക. കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മളുടെ കീബോർഡിനകത്ത് ഷിഫ്റ്റ് കീ ഉണ്ടാവും, ദിസ് ഷിഫ്റ്റ് കീ. ഈ ഷിഫ്റ്റ് കീയും അതേപോലെ തന്നെ ആരോ കീസ്, 4 ടൈപ്സ് ഓഫ് ആരോ കീസ് ആർ ഹിയർ. അപ്പ് ആരോ, ഡൗൺ ആരോ, ലെഫ്റ്റ് ആരോ, ഏത് സൈഡിലേക്കാണോ ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചു, അത് കഴിഞ്ഞിട്ട് റൈറ്റ് ആരോ കീ പ്രസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ അമർത്തി പിടിക്കുന്ന സമയത്ത് നമ്മൾ എന്തുവരും, ആ കഴ്സർ അത്രയും ഭാഗം അവിടെ സെലക്ട് ആയിട്ട് വരുന്നുണ്ടാവും. ഡൗൺ ആരോ കീയാണ് പ്രസ് ചെയ്ത് അതിൻ്റെ കൂടെ വെച്ചാൽ താഴേക്കുള്ളതായിരിക്കും സെലക്ട് ആയിട്ട് വരും. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. മൗസ് ഉപയോഗിക്കാതെ സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ പറഞ്ഞത്. സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്, ആരോ കീ, ഷിഫ്റ്റ് കീ അമർത്തി പിടിക്കുക. കഴ്സർ എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ഷിഫ്റ്റ് കീ അമർത്തി പിടിക്കുക. അതിനുശേഷം റൈറ്റ് ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അത്രയും ഭാഗം സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ലെഫ്റ്റ് ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈഡിലേക്കാണോ സെലക്ട് ചെയ്യേണ്ടത് വെച്ചാൽ ആ സൈഡിലേക്ക് ആരോ കീ യൂസ് ചെയ്യുക. അങ്ങനെയാണ് സെലക്ഷൻ. 2 തരത്തിലുള്ള സെലക്ഷനാണ്. ഒന്ന് മൗസ് ഉപയോഗിച്ചിട്ട് ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ആൻഡ് ആരോ കീ യൂസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. The next activity 4.6. Has not the font been changed? Now complete the table. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് സൈസ് ഇൻക്രീസ് ചെയ്തു, ബോൾഡ് ഇറ്റാലിക് ഒക്കെ പറഞ്ഞു തന്നു. അതൊന്നും കൂടെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. സെലക്ട് ദ ടെക്സ്റ്റ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബോൾഡ് ഹെഡിങ്. എങ്ങനെയാണ് ഹെഡിങ് ബോൾഡ് ആക്കി മാറ്റുന്നത്? സെലക്ട് ദ ടെക്സ്റ്റ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ഫസ്റ്റ് ടൂൾ. ആദ്യം എന്ത് ചെയ്യണം, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ടൈപ്പ് ചെയ്ത ലെറ്റേഴ്സ് സെലക്ട് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ദ ഫസ്റ്റ് ടൂൾ. ഫസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ടൂൾ. ഈ ഫസ്റ്റ് ടൂൾ, ദിസ് നെയിം ഓഫ് ദിസ് ടൂൾ ഈസ് ബോൾഡ്. ആ ബോൾഡ് എന്നുള്ള ടൂളിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്ഷരങ്ങൾ കട്ടി കൂടിയതാക്കി മാറ്റാൻ പറ്റുന്നുണ്ടാവും. ആ ടൂളിന് തൊട്ടടുത്തുള്ള ടൂൾ എന്താണ്, ഇറ്റാലിക്സ് ആണ്. മൂന്നാമത്തത് എന്താണ്, അണ്ടർലൈൻ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് ഇവിടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്, ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ യൂസ് ആണ് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ ബോൾഡ്, ടു മേക്ക് ദ ലെറ്റർ ബോൾഡ്. ദെൻ ഇറ്റാലിക്സ്. അപ്പോൾ അടുത്ത ലൈനിൽ എന്തായിരിക്കും എഴുതേണ്ടത്, ടു മേക്ക് ദ ലെറ്റർ ഇറ്റാലിക്. ടു മേക്ക് ദ ലെറ്റർ, എല്ലാവരും എഴുതിക്കോളൂ കേട്ടോ അതിൻ്റെ കൂടെ തന്നെ. ടു മേക്ക് ദ ലെറ്റർ ഇറ്റാലിക്, നമ്മൾ അക്ഷരങ്ങൾ ഇറ്റാലിക്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ദെൻ തേർഡ് വൺ, ദിസ് ഐക്കൺ ഈസ് അണ്ടർലൈൻ ഐക്കൺ. വി ക്യാൻ ചേഞ്ച് ദിസ് ഇൻ ടു അണ്ടർലൈൻ. അപ്പോൾ ഇവിടെ എന്താണ് എഴുതുക, ടു മേക്ക് ദ ലെറ്റർ അണ്ടർലൈൻഡ്. അണ്ടർലൈൻഡ്, ഇ ഡി ചേർത്ത് എഴുതണം. ടു മേക്ക് ദ ലെറ്റർ അണ്ടർലൈൻഡ്. അങ്ങനെ 3 ടൂൾസിൻ്റെ യൂസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇവിടെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഒരു ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്തു, ബോക്സിനകത്താക്കി. ഇനി നമ്മൾ ചെയ്തിരിക്കുന്നതിന് സേവ് ചെയ്യണം. ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയാത്തൊരു കാര്യം കൂടെ ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതിനെ ഒന്ന് മനോഹരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റം വരുത്തി കൊടുക്കുക. ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ കളറൊന്ന് ചേഞ്ച് വരുത്തി കൊടുക്കുക. ഫിൽ കളർ ഞാനൊന്ന് മാറ്റം വരുത്തി കൊടുക്കുന്നത്. ആ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കളർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നിന്ന് ഇപ്പോൾ ഒരു കളറും ഫില്ല് ചെയ്തിട്ടില്ല, നമുക്ക് അതിനൊരു വേറൊരു കളർ കൊടുത്തിട്ട് സെലക്ട് ചെയ്യാം. ഈ കളർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി അത് കളർ ചേഞ്ച് ചെയ്യാം. ഇവിടെ ഒരേ കളർ കൊടുക്കുന്ന സമയത്ത് അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചുകൂടെ നല്ല കളർഫുള്ളാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കളർ കൊടുത്തിട്ട് ചെയ്യും. ഓക്കെ, ഇനി കുറച്ചും കൂടെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം, ഫോണ്ട് സൈസ് മാറ്റം വരുത്തിയിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ ലെറ്റർ ഫോർമാറ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. 3 ടൈപ്സ് ഓഫ് ഫോർമാറ്റിംഗ്: ബോൾഡ്, ഇറ്റാലിക് ആൻഡ് അണ്ടർലൈൻ. അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് ആ ബോക്സിനകത്ത് എഴുതി വയ്ക്കുക. അത് നോട്ട് ബുക്കിലും നിങ്ങൾ എഴുതണം, എഴുതി പഠിക്കാനുള്ളതാണ് 3 ടൈപ്സ് ഓഫ് ഫോർമാറ്റിംഗ് ഏതാണുള്ളത്. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വോണ്ട് ടു സേവ്. നിങ്ങൾക്കറിയാം ഒരു ഡോക്യുമെൻ്റ് സേവ് ചെയ്യുന്നത് നമ്മൾ എല്ലാ വർഷവും പഠിക്കുന്നത് തന്നെയാണ്. ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ സൂക്ഷിച്ചു വെക്കാം, കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. സേവ് ദ ഡോക്യുമെൻ്റ്, ഹൗ ടു സേവ് ദ ഡോക്യുമെൻ്റ്. നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ആ ഫയല് സേവ് ചെയ്ത് വെക്കണം. ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് വലിയ ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ലിബ്രെ ഓഫീസ് റൈറ്റർ തന്നെ നിങ്ങൾക്ക് എന്തിൽ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം 9ാം ക്ലാസ് 10ാം ക്ലാസ് വരെ നമുക്ക് ഈ റൈറ്റർ സോഫ്റ്റ്വെയറിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്, ടൈപ്പ് ചെയ്തതിനെ എങ്ങനെ മനോഹരമാക്കി മാറ്റാം, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, സേവ് ചെയ്യുന്നതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ക്ലിക്ക് ദാറ്റ് ഡോക്യുമെൻറ്റ്. ഫസ്റ്റ് വി ഹാവ് ടു മൂവ് ടു ദ ഫയൽ മെനു. ഓൾറെഡി നോ യു ഹൗ ടു സേവ് ദ ഫയൽ. ക്ലിക്ക് ഓൺ ദ ഫയൽ മെനു, ദെൻ സെലക്ട് ദ സേവ് ഓപ്ഷൻ. സേവ് എന്ന് പറയുന്നത് സേവ് ആസ് അല്ല, സേവിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സേവ് ക്ലിക്ക് ചെയ്യുന്നു. എവിടെയാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് സൈഡിൽ ഇങ്ങനെ കാണിക്കാം, യൂസർ, ഡെസ്ക്ടോപ്പ്, ഫയൽ. നമ്മൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ പോർഷൻ. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഡെസ്ക്ടോപ്പിലാണ് കാണിച്ചിരുന്നത്. ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് എടുത്തു. ഡെസ്ക്ടോപ്പിനകത്ത് ഒരു പേരവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. 5th ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു പേര് ഞാൻ അവിടെ കൊടുക്കുന്നു. ദെൻ സേവ്, താഴത്തേക്ക് മൂവ് ചെയ്താൽ സേവ് ബട്ടൺ. യു ക്യാൻ സീ ദ സേവ് ബട്ടൺ. ക്ലിക്ക് ഓൺ ദാറ്റ് സേവ് ബട്ടൺ. ഓൾറെഡി ദാറ്റ് വൺ സേവ്ഡ്. ഡെസ്ക്ടോപ്പിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 5th ക്ലാസ് .odt. ODT മീൻസ് ദ ഫയൽ എക്സ്റ്റൻഷൻ. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ODT എന്ന് പറയുന്ന ഫയൽ എക്സ്റ്റൻഷൻ, ഫയൽ ഫോർമാറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, MP3 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പാട്ടുകളൊക്കെ MP3 ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. MP3 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ MP3 എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓഡിയോ ഫയലാണ്. MP4 എന്ന് പറഞ്ഞാൽ വീഡിയോ ഫയലാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ നമ്മൾ ഡോക്യുമെൻ്റ് ഫയലിനും എന്തുണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. അതാണ് ODT എന്ന് പറയുന്ന ഫയൽ ഫോർമാറ്റ്. നൗ വി ക്യാൻ ഓപ്പൺ ദിസ് വൺ. ഇവിടെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ വിത്ത് ലിബ്രെ ഓഫീസ് റൈറ്റർ. ദെൻ യു ക്യാൻ സീ ദ സേവ്ഡ് വർക്ക്. നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന വർക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നുണ്ടാവും. ഓക്കെ, ഐ തിങ്ക് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ. ഏതെങ്കിലും ഡൗട്ട് മിസ് പറഞ്ഞതിൽ വീഡിയോയിൽ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ടൊക്കെ പറയും. വീഡിയോ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അത് മനസ്സിലാവാത്തതുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചോളുക. ഇനി ലൈവ് ക്ലാസ്സിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നേരിട്ട് മിസ്സിനെ വിളിച്ച് ചോദിക്കുക. എടുത്ത ഭാഗത്തിൽ ഏതാണ് മനസ്സിലാവാത്തത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അത് മാത്രം നിങ്ങൾക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്ത് തരും. ചോദിക്കാതെ ഒരാളും ഇരിക്കണ്ട. മിസ്സ് ഫാസ്റ്റായിട്ട് എടുത്തു അതുകൊണ്ടൊന്നും മനസ്സിലായില്ല എന്നുള്ളൊരു എക്സ്ക്യൂസുമായിട്ട് ആരും പറയരുത്, പാരൻസിനോട് പറയരുത്. മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഹോംവർക്ക്, ഒരുപാട് ഹോംവർക്ക് ഒന്നും തരുന്നില്ല. നിങ്ങളോട് ഞാൻ നേരത്തെ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഒരു ലെറ്റർ ഫോർമാറ്റിങ്ങിൻ്റെ ടേബിൾ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കും. ഫസ്റ്റ് വർക്ക് അതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫോർമാറ്റ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ എന്ന് പറയുന്നത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. അതിൻ്റെ യൂസ് എന്താണെന്നുള്ളതും എഴുതി വയ്ക്കുക. സെക്കൻഡ് വർക്ക്, രണ്ടാമത്തെ വർക്ക്, നമ്മൾ ഈ ചാപ്റ്ററിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കീസ്, ഏതൊക്കെ കീസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്, ആ കീസിൻ്റെ പേരെഴുതുക, അതിൻ്റെ യൂസ് എന്താണെന്ന് എഴുതുക. 2 വർക്കാണ് തന്നിരിക്കുന്നത്. ഒന്ന് ഫോർമാറ്റിംഗ് ടൂൾസ്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് എഴുതുക, നോട്ട് ബുക്കിൽ എഴുതുക. അതേപോലെ തന്നെ കീസ്, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കീസ് ഏതൊക്കെയാണ്, ഷിഫ്റ്റ് കീനെ കുറിച്ച് പറഞ്ഞു, ക്യാപ്സ് ലോക്ക് കീനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ എൻ്റർ കീ പറഞ്ഞു, ദെൻ ഡിലീറ്റ് കീ ആൻഡ് ബാക്ക് സ്പേസ് കീ. അങ്ങനെ 5 കീസാണ് ഇവിടെ പറഞ്ഞത്. സ്പേസ് ബാർ ഉണ്ട്, 6 കീസ്. ഈ 6 കീസും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ അവിടെ എഴുതി വയ്ക്കുക. അതാണ് ഇന്ന് തരുന്ന ഹോംവർക്ക്. ഓക്കെ,
ദെൻ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലുള്ള ഒരു ചെറിയൊരു വർക്കും കൂടെ ഞാൻ ചെയ്ത് കാണിക്കും. അതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ആയിരിക്കും.